വണക്കം, നമസ്കാരം. ശാലിനിയാണ് സ്പോട്ട്ലൈറ്റില്. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുന്നതാണ് ചൊല്ല്. ഇവിടെ കുന്നിക്കുരോളം ആഗ്രഹിച്ചു കുന്നോളം അല്ല പർവ്വതത്തോളം കിട്ടിയ ഒരാളാണെന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബിൽഡപ്പ്? വളരെ നന്നായിരിക്കുന്നു. കലക്കിയിട്ടില്ലേ? പിന്നെ ഞാനേ എന്ത് പേര് വിളിച്ച് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം 4 പേര് എന്റെ അറിവിൽ ഓൾറെഡി ഉള്ള ഒരാളാണെന്ന് സ്പോട്ട്ലൈറ്റിലെ ഗസ്റ്റ് കേട്ടോ. മിൻമിനി, മിനി, കസ്തൂരി, റോസ്ലി, ഈ 4 പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്റെ ഗസ്റ്റ്. എന്തെങ്കിലും ചിരിക്കണേ പറഞ്ഞേ? ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചു? ഇത് എവിടെ വന്നിരിക്കുന്നത്? സ്പോട്ട്ലൈറ്റിലാണെന്നുള്ള മറന്നുപോയോ? ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു പേരും കൂടി വിളിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനാ. ഞാൻ ടീച്ചറേന്ന് വിളിക്കണോ? ഞാൻ പാവം ടീച്ചർ ഒന്നും അല്ല. അല്ല, ഗിറ്റാർ പഠിക്കാൻ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ ടീച്ചറേന്ന് വിളിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ടാ. പഠിപ്പിച്ച ചേട്ടനല്ലേ? എന്നാലും സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തില് ഗിറ്റാർ പഠിക്കണം എന്നുള്ള മോഹമായിട്ട് വന്നൊരു കുട്ടിയാണല്ലോ ഞാൻ. തീർച്ചയായിട്ടും. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മുന്നിലിരിക്കുന്നത് സിംഹം അല്ല, ഒരു ഡിനോസർ ആയിരുന്നെന്ന്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇന്ന് മിൻമിനിയാണ് എന്റെ ഗസ്റ്റ് എന്ന് എന്റെ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അതിനാല വെച്ച പണി പാളിയല്ലോ ഭഗവാനെ. എന്ത് പറഞ്ഞ് ഒഴിവാക്കും, ഒഴിവായി പോവും. ഞാൻ അത്രയ്ക്ക് ഭീകരജീവി ഒന്നല്ല. ഞാൻ വിചാരിച്ചു സാറും ചിലപ്പോ കൂടെ കാണുമോ. അത് കാരണം പറയാനുള്ള നുണയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വന്ന വേണോ. ഒറ്റയ്ക്കാ വന്നേക്കണം, ഭാഗ്യം. ഇന്നവിടെ ട്രിനിറ്റിയുടെ എക്സാം നടക്കുക. അത് ശരി. ഷോ ഇപ്പോഴും വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. അത് പറയാൻ ഞാൻ മറന്നു. താങ്ക് യു സോ മച്ച്. എന്നെ കൊണ്ട് ആ വിധത്തിലുള്ള ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ സ്പോട്ട്ലൈറ്റിൽ പിടിച്ചിരുത്തിയത്. ഇനി അതിനേക്കാളും വലിയൊരു ബിൽഡപ്പ് എന്റെ കയ്യിലുണ്ട്. അയ്യോ, അതെന്താണോ? ഒരു പാട്ട് പാടിക്കൊടുത്ത് AR റഹ്മാൻ ഒരു പേരുണ്ടാക്കി കൊടുത്തതല്ലേ, ചിന്ന ചിന്ന ആസൈ റോജയല്ലേ. അതിന്റെ 25ാം വർഷം അല്ലേ ആ പാട്ട് ഇറങ്ങിയിട്ട്? ഓർമ്മയുണ്ട് ഡേറ്റ് ഒക്കെ? എനിക്ക് പക്ഷെ അത്രയും വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. അത്ര 2 വയസ്സുള്ളപ്പോഴല്ലേ പാടിയത്? എന്തിനാ കുറക്കണല്ലേ? 25 വർഷം എന്നൊക്കെ പറയുമ്പോഴേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, ആ പാട്ടിന് ഇപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത് പഴയൊരു പാട്ടായിട്ട് തോന്നുന്നില്ല. എന്നെ ഗിറ്റാർ പഠിപ്പിച്ച കഥയും പറഞ്ഞിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത് അല്ല. ചോദിക്കട്ടെ, എത്ര വർഷം ഇപ്പൊ ആ സ്ഥാപനം തുടങ്ങിയിട്ട്? 8 years. ഞാൻ പോയതിനു ശേഷം കുട്ടികളൊക്കെ നല്ലോണം വരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് തീരുമാനിച്ച്? ചേട്ടൻ മ്യൂസീഷ്യനാന്നറിയാലോ, കീബോർഡ് പ്രോഗ്രാമറാണ്. ഞങ്ങള് ചെന്നൈയിലായിരുന്നു. നാട്ടില് വന്നപ്പോ ഞങ്ങള് നാട്ടില് പുതിയ ആൾക്കാരായിരുന്നു. ഞാൻ അന്ന് കുറച്ചേ പാടുന്നുള്ളൂ. പാടാൻ വിളിക്കാൻ എല്ലാവർക്കും ഒരു മടി. ശബ്ദം പോയിട്ട് തിരിച്ചു വന്നതല്ലേ. സത്യത്തില് ചേട്ടന് പോലും വർക്ക് കൂടുതൽ കിട്ടാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടു, വർക്കിന് വിളിക്കണം പറയണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും വിളിച്ചില്ല. അപ്പോ ചേട്ടന്റെ ഒരു ഫ്രണ്ട് സുധീർ എന്നാണ്, വയലിനിസ്റ്റ് ആണ്, പറഞ്ഞു ചോദിച്ചേട്ടൻ പിയാനോ അറിയാവുന്ന ആളല്ലേ, അപ്പം പിയാനോ ട്യൂഷൻസ് ചോദിച്ചു. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് വീടുകളിൽ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ആയി. പക്ഷെ സാറിന് എല്ലായിടത്തും എത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. തിരക്കായി. അതാണ് പറയാ. സത്യം പറഞ്ഞ അങ്ങനെയാണ്. സാറ് ശാലിനിക്ക് അറിയാലോ, ദേഷ്യപ്പെടാത്ത സാറല്ലേ. അതുകൊണ്ടാണല്ലോ എന്നെ ചീത്ത വിളിക്കുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പൊക്കി പറഞ്ഞതല്ല കേട്ടോ, എന്റെ ഭർത്താവ് വേണ്ടി പറഞ്ഞതല്ല. ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം അല്ലേ. ഒരിക്കലും അങ്ങനെ കുട്ടികളോട് അങ്ങനെ വഴക്ക് പറഞ്ഞ് ഒന്നും പഠിപ്പിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. കോമഡി ആയിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ ആവേശം കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഗിറ്റാർ വാങ്ങിക്കും. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ പോയി ചേർന്ന് അന്ന് വൈകുന്നേരം തന്നെ പോയി ഗിറ്റാർ വാങ്ങിച്ചു. 2ാമത്തെ ദിവസമാണ് ഞാൻ നോക്കിയപ്പോ കയ്യില് ചെറുതായിട്ട് വേദനിക്കുന്നു. എനിക്ക് ഈ പണിയെടുത്ത് ശീലമില്ലാത്തോണ്ട് വേദനിക്കുന്നു. 3ാമത്തെ ദിവസമാണ് ഞാൻ സാറിന്റെ കൈ നോക്കിയപ്പോ സാറിന്റെ കയ്യിൽ തഴമ്പ്. ഓ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തഴമ്പ് വരുമോ? പിന്നെ ശരിയെന്നാ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞതാ. അപ്പൊ ഗിറ്റാർ അവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലേ? പിന്നെ സംഗീത ശാപം കിട്ടുന്നതാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ശാപം കിട്ടാതിരിക്കാൻ ഗിറ്റാർ വേണമെങ്കിൽ അക്കാഡമിയിലേക്ക് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ശരിയെന്നാ. അപ്പൊ അങ്ങനെ ചേട്ടൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതിലൊരു കുട്ടിയുടെ പാരന്റ് പറഞ്ഞു ഞങ്ങൾക്ക് വാഴക്കാലയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് സാർ, അതൊന്ന് വന്ന് നോക്കൂ, ഒരു ചെറിയ സ്കൂൾ പോലെ എന്തെങ്കിലും. അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റ് പോയി നോക്കി. ഞാനും ആഗ്രഹിച്ചിരുന്നു. കാരണം ചേട്ടൻ ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ട്യൂഷൻ എടുക്കുമ്പോ എനിക്കതൊരു വിഷമായിരുന്നു സത്യം പറഞ്ഞു. ഈ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തേ ഭർത്താവിനെ മാത്രം ആ ഫീൽഡിലേക്ക് വിട്ടത്? ഭാര്യ വന്നില്ല? ഭാര്യയ്ക്കൊന്നും പഠിപ്പിക്കാൻ അറിയില്ലല്ലോ. പാട്ട് പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ എന്നും പോവും, കൂടെ പോവും, ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കും. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ്.
അതെ, എന്തിനാണ് നോക്കണേന്? എനിക്ക് സംഗീതത്തിനോട് വെറുപ്പൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒരു ചെറിയ മടിച്ചല്ലേ. അതെ. എത്ര കുട്ടികളായിട്ട് തുടങ്ങിയത് ആദ്യം? 40-45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ എത്രയുണ്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 2000 മേലെ അഡ്മിഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുപേര് കുറച്ച് മാസങ്ങൾ വരും, ശാലിനിയുടെ പോലെ നിർത്തിയിട്ടു. ഞാനിത് വടി കൂടെ തടിവാഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. നിർത്തിയിട്ട് പോവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ സാർ ഞാൻ വന്നോട്ടെ, എനിക്ക് പിന്നെ ഒരു ബോധോദയം വന്നോട്ടെ. അപ്പൊ വരും. അപ്പോഴും നമുക്ക് സന്തോഷമാണ്. എന്നെങ്കിലും എനിക്ക് ഈ ബോധോദയം വരുന്ന കരുതിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് എനിക്ക് മനസ്സിലായി. വരുമ്പോ ഞാൻ അറിയിക്കാം, ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന എനിക്കൊരു കേട്ടറിവാണ് കേട്ടോ. എത്ര സത്യം ഉണ്ടെന്ന് അറിയില്ല. സത്യമാണ് യെസ് ഓർ നോ ആദ്യം പറയാം, പിന്നെ സ്റ്റോറി പറഞ്ഞാൽ മതി. എന്തൊക്കെയാണോ ചോദിക്കാൻ പോണ പേടിയാണോ? ഇത്രേ ഉള്ളൂ. കിഴക്കുണരും പക്ഷി എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ത്രെഡ് എടുത്തത് മിനി ശശിയുടെ ലൈഫ് സ്റ്റോറി എന്നാണെന്ന് പറയുന്നത്. അങ്ങനെ ഏതോ ഒരു ഇന്റർവ്യൂവില് വേണുനാഗോളി സാർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അത് 88 അദ്ദേഹത്തിന്റെ പടത്തിന് ട്രാക്ക് പാടാൻ പോയി പിന്നെ 3 പാട്ടുകളും കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണോ? ആ പശ്ചാത്തലം അല്ലല്ലോ പക്ഷെ സിനിമയിൽ കാണുന്നത്. എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടേ അല്ല സിനിമയിലുള്ള ഒരു ഇത്. പക്ഷെ സിംഗർ എന്ന് നോക്കുമ്പോൾ അവസാനം വന്ന തൊണ്ടയടപ്പും ഇതൊക്കെ വേറെ രീതിയിലാണ് സിനിമയിൽ വന്നത്. പക്ഷെ എനിക്ക് വന്നതിനോട് സിമിലാരിറ്റീസ് ഉണ്ട്. സ്റ്റോറി വേറെയാണെന്ന് മാത്രം. കായികയ്ക്ക് സംഭവിച്ച വിഷമങ്ങള് സിനിമയിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്റെ ലൈഫേ അല്ല അത്. പക്ഷെ എന്തോ ഒരു സിമ്പതി ആ ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു സിമ്പതി അന്ന് അദ്ദേഹത്തിന് എന്നോട് തോന്നി കാണാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എന്റെ സ്റ്റോറി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സ്റ്റോറിയാണ് ശരിക്കും കിഴക്കുണരും പക്ഷി. ആ സിനിമ എത്ര വർഷം കണ്ടിട്ടുണ്ട്? ഞാൻ പാടിയ പാട്ടുകൾ ഉള്ള സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണാറേ ഇല്ല. ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളെ അല്ല. ആ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അതിലെ കുറച്ചു മുന്നേ നമ്മൾ കേട്ടത് സൗപർണികാമൃത. അതെ, ഞാൻ അങ്ങനെ സിനിമ ഒത്തിരി കാണുന്ന ആളല്ല. പിന്നെ എന്താ ഇഷ്ടം, എന്താ ഹോബി? പാട്ട് പാടിക്കൊണ്ടിരിക്കുക, കുക്ക് ചെയ്യുക, ചെടികൾ വളർത്തുക, ഇതൊക്കെയാണ് എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ മക്കളെ നോക്കുക, ഭർത്താവിനെ നോക്കുക. അതെ, ഒരു മ്യൂസിക് സ്കൂൾ ഉണ്ട്, അതിന്റെ നടത്തിപ്പ് നോക്കുക. ആരൊക്കെ ഫീസ് തരാണ്ട് ബാക്കി അവരെയൊക്കെ ഫീസ് വേറെ ആളാ നോക്കണേ. ഫീസിന്റെ കാര്യമൊക്കെ വേറെ ആൾക്കാരാ നോക്കണേ. പിന്നെ എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങള്? ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ സ്വീകരിക്കുക, അതൊക്കെയാണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പാട്ടിനോട് ഇഷ്ടാന്ന് പറഞ്ഞല്ലോ, അത് ചെറുപ്പം തൊട്ടേ അവരുടെ ടാലന്റ് കണ്ടിട്ടാണോ അതോ കുട്ടികളും പാട്ട് ഫീൽഡിലേക്ക് വന്നാൽ മതി എന്നാണോ? അങ്ങനെ എനിക്ക് അങ്ങനെ പാട്ടിന്റെ ഫീൽഡിൽ തന്നെ അവര് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അതിൽ വരിക എന്നുള്ളത് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പ്ലസ് അവർക്ക് ടാലന്റും ഉണ്ട്. മോനും മ്യൂസിക് ആണ് ഇപ്പൊ ഇഷ്ടം. അവൻ ഇപ്പം സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ലോഞ്ചിൽ പഠിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷനില് ചെന്നൈയില്. മോള് 6th ആയിട്ടുള്ളൂ. അവള് പക്ഷെ വെസ്റ്റേൺ സിംഗിങ് ആണ് ഇഷ്ടം. പഠിക്കണ്ടോ? അപ്പോ അവള് പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ കേൾക്കുന്നതും ആള് ചൂസ് ചെയ്യുന്നതെല്ലാം വെസ്റ്റേൺ ക്ലാസിക്സ് ഒക്കെ ഇല്ലേ, ലെജൻസിന്റെ പാട്ടുകൾ കേൾക്കുകയും അത് പഠിക്കുകയും അതനുസരിച്ച് പാടുകയൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് വീട്ടില്. ബിഗിനർ എന്നുള്ള നിലയിൽ അവള് ബെസ്റ്റ് ആണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 12. മോന് 18. അപ്പോ +2 കഴിഞ്ഞിട്ടാണോ? കഴിഞ്ഞിട്ടാ പോയത്. സ്റ്റീഫൻ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അപ്പം മോൻ പിയാനോ വായിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ അവന് നല്ല ടാലന്റഡ് ആണ്, അവനെ എന്റെ സ്കൂളിലേക്ക് വിടണം +2 കഴിഞ്ഞ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ താല്പര്യപ്രകാരമാണ് ഇപ്പൊ മോനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞില്ലേ? ഡിഗ്രിയുടെ ഞാൻ പറഞ്ഞു ഡിഗ്രി എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു ഡിഗ്രി വേണം. അപ്പൊ മോൻ പറഞ്ഞു ആദ്യം ഞാൻ ഇത് പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് പോവാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ദേവസി ആ സമയത്ത് ചിലപ്പോ കുട്ടികളെ തയ്ക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരിക്കും. ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അയ്യോ, സ്റ്റീഫന്റെ സ്കൂളിലെ ആളെ തയ്ക്കാനാണോ കേക്കണ്ട അല്ലേ? ഒരു കാലത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ ഭാഷകളിലൊക്കെ പാടി തെളിഞ്ഞ ശബ്ദമാണ് ഇപ്പൊ കേട്ടത് ഗായിക വിൻവിനിയുടെ. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ആണ്, കൂടെ ഞാനുണ്ട്, ശാലിനി. ഇടക്കാലത്തെ ഗായകരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോ ഞാൻ കുറെ പേരുടെ നിന്ന് കേട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്, അവരുടെ ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ് കാസറ്റ്സിലൊക്കെ ക്രെഡിറ്റ്സ് മാറിപ്പോകുന്നത്. അതായത് നമ്മൾ പാടുന്ന പാട്ട് വേറൊരാളുടെ പേരിൽ കാസറ്റിൽ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എത്ര വർഷം? അതൊന്നും ഞാൻ എണ്ണി വെക്കാറില്ല. അത്ര എണ്ണം പഠിച്ചിട്ടില്ല. കാരണമല്ലേ, ആ സ്റ്റുഡിയോ കയറിയ ഞാൻ പാട്ട് പഠിക്കും, അത് പാടി തീരും. പിന്നെ അതിനെക്കുറിച്ച് അതെങ്ങനെ വരുന്നു, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാൻ സമയമില്ലാത്തോണ്ടാണോ? തീർച്ചയായിട്ടും അന്ന് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ആ കാസറ്റ് തേടി പോവാറേ ഇല്ല. ഓർത്തിരിക്കുന്ന ഒരു പാട്ട് പറഞ്ഞ എങ്ങനെ ക്രെഡിറ്റ്സ് മാറിപ്പോയത്? അതെനിക്കറിയില്ല സത്യം പറഞ്ഞാല്. ഒരെണ്ണം പറഞ്ഞ പിന്നെ നമ്മൾ പാടിയ പാട്ട് വേറൊരാളുടെ പേരിലാ വന്നെന്ന് അറിയെങ്കിലും ചെയ്യില്ല എങ്ങനെയെങ്കിലും ഒക്കെ. ഞാൻ കണ്ടിട്ടില്ല, ഇത് എന്റെ പേരല്ല എഴുതിയേക്കണെന്ന് ഞാൻ കണ്ടെങ്കിലല്ലേ ഞാൻ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എങ്ങനെ അറിയാം എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്? അതെന്റെ കസിൻ എനിക്ക് എല്ലാ പാട്ടുകളും അയച്ചു തരും. അപ്പൊ ഞാൻ അങ്ങനെ കേൾക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൽ നമ്മുടെ പേരല്ല എന്ന് മനസ്സിലായത്. പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞല്ലോ ട്രാക്ക് പാടാനായിട്ട് പലയിടത്തും പോയിട്ട് പിന്നീട് പാട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിരുന്ന പാട്ട് വേറെ ആർക്കെങ്കിലും മാറിപ്പോയിട്ടൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതേത് പാട്ടാ?
ഒത്തിരി ഉണ്ട്. മാറിപ്പോയിട്ടുള്ളതല്ല, മനഃപൂർവ്വം മാറ്റിയത്. അതെന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അരപ്പവൻ പൊന്നുകൊണ്ട് എന്നുള്ളൊരു പാട്ട്, വാസ്തവത്തില് വാസ്തവം, അലക്സ് പോളിന്റെ, അത് സ്ട്രെയിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട്, ട്രാക്കാണെന്നൊന്നും അല്ല പറഞ്ഞത്, സ്ട്രെയിറ്റ് റെക്കോർഡിങ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. അതിനുശേഷം പാട്ടിറങ്ങിയപ്പോ റിമി ടോമി അത് പാടിയിരിക്കണം. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ ഒരു കാര്യം. കാരണം ഇത്രയും 2000 പാട്ടുകൾ പാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നാട്ടിലേക്ക്. എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്ക് ഓപ്പൺ ആയിട്ട് നേരെ പറയായിരുന്നു ട്രാക്കാണ്. അപ്പൊ ഞാൻ നോ പറഞ്ഞെന്നെ. അതൊരു വിഷമം ഉണ്ടായ കാര്യമാണ്. അത് ഞാൻ നേരിട്ട് പറയുകയും ചെയ്തു. അവരോട് പറഞ്ഞിരുന്നോ? ഇത് അധികം പഴക്കല്ലാത്ത സ്റ്റോറി അല്ലേ? ഇനി പഴകിയ സ്റ്റോറി പറയുകയാണെങ്കിൽ ആശാ ഭോസ്ലേക്ക് വെച്ചിരുന്ന പാട്ട് സ്വന്തമായിട്ട് പാടിയിട്ടുണ്ടോ? എന്താ ചിരിക്കണൊക്കെ എനിക്കറിയാം. അങ്ങനെ ഉണ്ടല്ലേ? സാക്ഷാൽ ആശാ ഭോസ്ലെ പാടേണ്ട ഒരു പാട്ട് കറങ്ങിത്തിരിഞ്ഞ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഗസ്റ്റിന്റെ പേര് മിൻമിനി. ഇവിടെ ഞാനുണ്ട്, ശാലിനി. ആ സ്റ്റോറി പറഞ്ഞില്ല എങ്ങനെയാ കിട്ടിയെന്നുള്ളത്? അതുണ്ടായിട്ടുണ്ട്. അത് ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി, ശരത് കുമാർ സാറിന്റെ. അപ്പൊ അതില് കുറെ കോറസ് ഒക്കെ, ഹെവി കോറസ് ഒക്കെ ഉള്ള പാട്ടുകളുണ്ട്. അപ്പൊ കോറസിന് കുറച്ചുകൂടി ബലം കിട്ടാൻ എന്നെയൊക്കെ ചേർത്ത് പാടിച്ചു കോറസിൽ. അപ്പൊ അതിന്റെ 2 പാട്ടുകൾ ആശാജി പാടണം എന്ന് പറഞ്ഞിട്ട്, അത് നമ്മളല്ല ട്രാക്ക് പാടുന്ന വേറെ ആളാ. അപ്പൊ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, വോയിസ് മിക്സ് ചെയ്യാനാ വിളിച്ചത്. ആരായിരുന്നു മ്യൂസിക് ഡയറക്ടർ? രാജാ സാർ, ഇളയരാജ സാർ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഞാനന്ന് കോറസ് പാടിയ പാട്ട് ഇട്ടേക്കണം. അപ്പൊ ഈ പാട്ടാണ്. അപ്പൊ ഇത് ആശാജി പാടാൻ വെച്ച പാട്ടല്ലേ എന്ന് സുന്ദരൻ സാറിനോട് ചോദിച്ചു, അസിസ്റ്റന്റിന്റെ അടുത്ത്. അപ്പൊ ആശാജി വേണ്ട, നീതാ വേണമെന്ന് അവര് പറഞ്ഞു. എന്നിട്ട് അതാണ് പാടിക്കണേ. ഇളയരാജ സാറോ? ആരാ പറഞ്ഞെന്നൊന്നും എന്നോട് സുന്ദരാജ് സാർ പറഞ്ഞിട്ടില്ല. നീതാ പാടണമെന്ന് പറഞ്ഞ അവര്, അതാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ലോട്ടറി. ഇതേപോലെ തന്നെ തോന്നുന്നു ദളപതിയിലെ പാട്ട് മാറിപ്പോയതും. അത് ഇങ്ങനെയല്ല, അതായത് അത് ഞാൻ പാട്ട് പഠിച്ചു. ബോംബെയിലായിരുന്നു റെക്കോർഡിങ്. ഏത് പാട്ടായിരുന്നു? യമുനയാற்றிലെ ഈറക്കാറ്റിലെ കണ്ണനോട് നാനാട. ശോഭന പാടണ അല്ലേ ആ മൂവിയില്? ചെറിയൊരു പാട്ടാ, പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ക്യൂട്ടാണ്. അതെ. അപ്പൊ ഞാനത് പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു. പാടാൻ മോണിറ്റർ നോക്കാനായിട്ട് ഇങ്ങനെ വോയിസ് റൂമിൽ ഇരിക്കുക. ആ സമയത്ത് വലിയൊരു ഗായകൻ ഭൂപേന്ദർ സിംഗ്, അദ്ദേഹം രാജാ സാറിനെ കാണാൻ വന്നു. വൈഫിന്റെ കൂടെയാണ് വന്നത്. വൈഫും ഒരു ഭയങ്കര സിംഗറാണ്, മിത്താലി. അപ്പം അവര് വന്നു, കണ്ടു. അങ്ങനെ ഞാൻ പാടാൻ വെച്ചിരുന്ന പാട്ട് മിത്താലി ജീനെ കൊണ്ട് പാടിച്ചു. അങ്ങനെ അത് മാറി. പക്ഷെ എനിക്കത് വിഷമമായിട്ടല്ല തോന്നി, ഞാൻ അവരുടെ ഫാനാണ്. സത്യം പറഞ്ഞ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയുള്ളവരോട് പറയാലോ, ഞാൻ പിന്നെ അങ്ങ് കൊടുത്തു പുള്ളിക്കാരിക്കല്ലേ. പറയുമ്പോ ടോണിത്തിരി മാറ്റിയാ മതി, ആശ്വാസമായിക്കോളൂ. പക്ഷെ അന്ന് അതിനുള്ള ഒരു അറിവോ, ഇപ്പോഴും വലിയ അറിവൊന്നുമില്ല, എങ്കിലും ഇത്രയും കൂടി അന്നില്ല. ഇന്നാണേ പറഞ്ഞല്ലേ, ആലോചിക്കില്ല. Shoot out at Spotlight. നമ്പർ 1, എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് ഓപ്ഷൻസ് ഉണ്ട്. മാഗസീൻസിൽ, ടിവിയിൽ, റേഡിയോയിൽ. പ്രിന്റിലാണ് കുറെ കൂടി എനിക്ക് പേടി. നമ്മൾ പറയുന്നതായിരിക്കില്ല ചിലപ്പോ എഴുതി വരുന്നത്. അങ്ങനെ എഴുതി വന്നിട്ടുണ്ടോ? പലതും. പുതിയ ഗായകരിൽ മലയാളത്തിൽ എനിക്കിഷ്ടം ഡാഷ് ആണ്. എനിക്ക് ശ്രേയ ഘോഷാലിനെ ഭയങ്കര ഇഷ്ടം. മെയിൽ സിംഗറോ? ഹരിചരൺ. ഞാൻ മലയാളത്തിലാ ചോദിച്ചേട്ടാ. മലയാളത്തിൽ പാടിയിട്ടില്ലേ? എന്നാലും ഞാൻ തോറ്റുപോയി. ശരി, അടുത്തത്. എന്റെ വീട്ടിലെ ഷോക്കേസിലുള്ള മൊമെന്റോസിന്റെ എണ്ണം ഡാഷ് ആണ്. എണ്ണം നോക്കിയിട്ടില്ല. ഷോക്കേസ് എക്സ്ട്രാ പണിയേണ്ടി വന്നോ? പണിയേണ്ടി വന്നു. ഒരു 50 ഉണ്ടാക്കി. 50 ഒന്നുമല്ല മോനെ, ഒത്തിരി ഉണ്ട്. 250, അതിലും കൂടുതലുണ്ട്. 500 ഉണ്ടാവോ? 400 ഉണ്ടാവാം. 400 ഉറപ്പിക്കാം. അറിയില്ല, ഉണ്ടാവാം. ഉറപ്പിക്കാം. 3 വാക്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയാൽ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. ഞാൻ ഒരു പാവം. 3 വാക്കായില്ലേ? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ശാലിനിനെ തന്നെ പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ ഞാൻ പറയും സുന്ദരി, സൽസ്വഭാവി, സർവ്വഗുണ സമ്പന്ന. ദൈവമേ, അതുപോലെ ഞാനിത് കണ്ടുപിടിക്കണമല്ലോ. ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പൊങ്ങച്ചം പറയാനുള്ള അവസരം ഞാൻ ഫ്രീ ആയിട്ട് തരണതാ. പറഞ്ഞോ. ഞാൻ ഒരു നല്ല അമ്മയാണ്. പ്ലസ് ഒരുവിധം തരക്കേടില്ലാതെയൊക്കെ പാടും. ഞാനൊരു നല്ല പാട്ടുകാരിയാണ്. പറഞ്ഞുകൂടി. പിന്നെ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല മനസ്സാണ് എന്റെ, അതാണ് ഉദ്ദേശം അല്ലേ? അച്ഛോ, അങ്ങനെ പറയാൻ പറ്റുമോ? സമ്മതിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞു പോയില്ല. സമ്മതിച്ചു. അതന്നെ, അടുത്ത ചോദ്യം ചോദിക്കാം. എനിക്കിഷ്ടമില്ലാത്ത ഭക്ഷണം ഡാഷ് ആണ്. ഒത്തിരി പുളിയുള്ള കറികൾ എനിക്കിഷ്ടമല്ല. മധുരമുള്ള ഭയങ്കര ഇഷ്ട. ഭയങ്കര സ്വീറ്റ് തന്നെ അറിയാം. എനിക്കിഷ്ടമുള്ള ആഭരണം ഡാഷ് ആണ്. കൊച്ചുമാല. പതക്കങ്ങളൊന്നും ഇഷ്ടമല്ല. വലിയ വലിയ ആഭരണങ്ങളോട് താല്പര്യമില്ല. ആരെങ്കിലും അങ്ങനെ ഇടണം എന്ന് പറഞ്ഞാൽ മാത്രം ഇടും. സമ്മാനം തരാണെങ്കിലോ സ്വീകരിക്കോ? പിന്നെ എന്ത് ചോദ്യമല്ലേ. ചോദ്യം. അവസാനമായി എന്റെ വീട്ടിൽ വന്ന സെലിബ്രിറ്റി ഡാഷ് ആണ്. ജാനകിയമ്മ. ജാനകിയമ്മയായിട്ടൊരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ടായിരുന്നു അല്ലേ ലൈഫില്? സ്പോട്ട്ലൈറ്റിലെ കുറെ പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലെജൻസിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ കൂട്ടത്തിൽ തന്നെ ഇത്രയും വലിയ ലെജൻസിൽ ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ആരാ?
ആരായിട്ടാ? ജാനകിയമ്മ. എന്താ ഇത്ര സ്പെഷ്യൽ ബോണ്ടിങ് നിങ്ങൾ തമ്മില്? ഞാനും കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ കുട്ടൻസ്? സത്യം പറ. ജാനകിയമ്മ എന്നെ കണ്ട നാള് തുടങ്ങി എന്നോടൊരു പ്രത്യേക വാത്സല്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരേപോലെ പാടുന്നോണ്ടാണ്. അയ്യോ, ഒരുപോലെ പാടണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മള് തേവർ മകനില് ഇഞ്ചി ഇടുപ്പഴക അതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെന്താ, ഇതാണ് ഒന്നും സമ്മതിക്കൂല. അത് മാത്രല്ല, വേറെയും കുറെ പാട്ടുകളില് ജാനകിയമ്മയുടെ സെൻസർ കട്ട് ചെയ്യുന്ന ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറച്ച് വൾഗർ ആയിട്ടുള്ള ലിറിക്സ് ഒക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യും. അപ്പൊ ആ ലൈൻസ് മാറ്റി വേറെ ലൈൻസ് 2 or 3 ലൈൻസ് വേറെ എഴുതിയിട്ട് പാടണം. അപ്പം ജാനകിയമ്മ സ്റ്റുഡിയോസിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണ് താമസിക്കുന്നത്. ഞാനാണെങ്കിൽ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത. അപ്പൊ രാജാ സാറിന്റെ ഒത്തിരി പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുള്ള ഏതൊക്കെ പാട്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവര് ആ ഫുൾ സോങ് എന്നെ കേൾപ്പിക്കാറില്ല. അപ്പൊ സാറ് പറയും, ഇത് ജാനകിയമ്മ പാടിയ പാട്ട്, നീ അന്ത ലൈൻ ജാനകിയമ്മ മാതിരിയേ പാടണം എന്ന് പറയും. ചുരുക്കത്തിൽ മിമിക്രി കാണിക്കാണ്. അത് ഇത്തിരി പഞ്ചസാര പോയി പറഞ്ഞത് മാത്രം. പക്ഷെ ആ ലൈനിന്റെ ട്യൂൺ മാത്രമേ പഠിപ്പിച്ചു തരുള്ളൂ. സോങ് ഏതാന്ന് കേൾപ്പിക്കാറില്ല. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പാടുന്നതിനും സ്പെഷ്യൽ പേയ്മെന്റ് ഉണ്ടാവുമായിരിക്കോ? അതിനൊന്നും ഞാൻ പേയ്മെന്റ് വാങ്ങാറില്ല. ചോദിച്ചെന്നേ ഉള്ളൂ. അത് പറയുമ്പോ ആലോചിക്കുന്നു, ഇനി പറഞ്ഞല്ല അബദ്ധമാവോ? ഇല്ല, അങ്ങനെയൊന്നും പേയ്മെന്റ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ ജാനകിയമ്മ പാടിയ പാട്ടിന്റെ വരികൾ കൂട്ടിച്ചേർത്ത ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ? അല്ല, അങ്ങനെ പല പാട്ടുകളും അങ്ങനെ പാടിയിട്ടുണ്ട്. അത് ജാനകിയമ്മ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാ. ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രോഗ്രാംസിന് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അപ്പം എത്ര ആൾക്കാരുണ്ടെങ്കിലും ജാനകിയമ്മ എപ്പോഴും എന്നെ അടുത്ത് വിളിച്ചിരുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്നോടൊരു പ്രത്യേക വാത്സല്യം വന്നു തുടങ്ങിയേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചിന്ന ചിന്ന ആസൈ പാടി കുറെ നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ വോയിസ് പോയി. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്നെ കാണാൻ വരും. എവിടെയെങ്കിലും ഫംഗ്ഷൻസിന് എന്നെ കണ്ടു കഴിഞ്ഞാലും എന്നെ അടുത്ത് വിളിച്ചിരുത്തി മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ജാനകിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചിന്ന ചിന്ന ആസയ്ക്ക് നാഷണൽ അവാർഡ് മിൻഷേറ്റിക്ക് കിട്ടാത്തതില്. അതെ, പറഞ്ഞിട്ടുണ്ടോ കൊറേ വേദിയിലല്ല, എന്നോട് നേരെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വർഷം തന്നെ ജാനകിയമ്മയ്ക്ക് അല്ലേ അവാർഡ് കിട്ടിയത്? അതെ, ഇഞ്ചി ഇടുപ്പഴക. എനിക്ക് കിട്ടേണ്ട അർഹത ഇല്ല സത്യം പറഞ്ഞ. അമ്മയൊക്കെ ഉള്ളപ്പോ നമുക്ക് എന്തിനാ നാഷണൽ അവാർഡ്? അല്ല, ആ വർഷം ഇപ്പൊ നാഷണൽ അവാർഡ് ജാനകിയമ്മയ്ക്ക് കിട്ടി. അതെ, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് എനിക്ക്. അപ്പൊ കുഴപ്പമില്ല, ത്രാസ് ഏതാണ്ടൊക്കെ തുല്യായിട്ടുണ്ടോ? ആശ്വസിക്കാം. സങ്കടം ഉണ്ടായിരുന്നു നാഷണൽ അവാർഡ് കിട്ടാത്ത? ഒരിക്കലും ഇല്ല. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല നാഷണൽ അവാർഡ് കിട്ടണം എന്നൊക്കെ. പക്ഷെ ബാലുവങ്കിളില്ലേ, SPB സാറില്ലേ, ഏത് സ്റ്റുഡിയോയില് ഉനക്കുതാ ഇന്ത വാട്ടി നാഷണൽ അവാർഡ് വരപ്പോത്, നീ പാത്തുക്കോ അവിടെ അങ്ങനെ പറയാം എപ്പോഴും. ഇന്ത വാട്ടി ഉനക്കുതാന്ന് എപ്പോഴും പറയുമായിരുന്നു. ബാലുവങ്കിലും ഭയങ്കര വിഷമായി നാഷണൽ അവാർഡ് കിട്ടാതിരുന്നത്. അല്ല, ചോദിക്കട്ടെ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി കേട്ടോ. ചോദിക്കുന്ന ചോദ്യത്തിന്. ഗായിക മിൻമിനിക്ക് അപാര കോൺഫിഡൻസ് ആണ്. യെസ്. എന്താണാവോ? പാട്ട് പഠിക്കാത്ത ഒരാളെ AR റഹ്മാന്റെ ഇളയരാജയുടെയും സിനിമയിൽ വരെ പോയി പാടിയേക്കുന്നു. അപാര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അന്ന്? അത് ദൈവം തന്നെ, അതാ ഞാൻ പറഞ്ഞത്. ഒട്ടും പഠിച്ചിട്ടില്ലേ പാട്ട്? ഇല്ല, ഒട്ടും. ഒരു വർഷം പോലും? ഒരു വർഷം തികച്ചെന്ന് പറയാം. ഒരു മാസത്തില് 2 or 3 ക്ലാസ്സുകളിലേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇൻബോൺ ടാലന്റ് ആണ്. തീർച്ചയായിട്ടും. 84 തുടങ്ങി ഞാൻ റെക്കോർഡിങ്സിന് പാടി തുടങ്ങി. അപ്പം എനിക്ക് പാട്ടിനെ കുറിച്ച് വലിയ അറിവുകളോ ലെജൻസ് ആരാണെന്നോ ഇതൊന്നും അറിയാത്തൊരു ആളായിരുന്നു ഞാൻ. പാട്ട് എഴുതുക, പഠിക്കുക, അത് തെറ്റുകൂടാതെ പാടുക, അടുത്ത പാട്ട് എഴുതുക, പഠിക്കുക, പാടുക, ഇത് തന്നെയായിരുന്നു. അപ്പൊ എന്റെ മൈൻഡ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇളയരാജയുടെയോ AR റഹ്മാന്റെ ഒക്കെ പാട്ട് കിട്ടിയപ്പോഴും ഈ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. ഇപ്പൊ എന്റെ അപ്പച്ചൻ കുറെ അറിവുള്ള ആളാണ്, എല്ലാവരെ കുറിച്ചും അറിയാവുന്ന ആളാണ്. അപ്പം ഇവിടെ നാട്ടിലായിരിക്കുമ്പോ ഞാൻ പാടിയിട്ടുള്ളതെല്ലാം ലെജൻസിന്റെ കൂടെ തന്നെ. അത് എനിക്കറിയില്ലെന്നേ ഉള്ളൂ, അപ്പച്ചനതറിയാം. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ നാച്ചുറലി ഒരു പേടി തോന്നേണ്ട കാര്യമില്ല. കാരണം അതുപോലത്തെ പാട്ടുകളാണ് ഇവിടെ പാടിയിട്ടുള്ളത്. ഞാൻ തമിഴ് അറിയാമായിരുന്നോ അന്ന്? ഇല്ലല്ലോ അല്ലേ? ചിരി കേട്ടറിയാം, ചുക്കും ചുണ്ടാമ്പും അറിയാണ്ടാണ് പോയതെന്ന്. അങ്ങനെയല്ല, തമിഴ് പാട്ടുകളൊക്കെ സ്റ്റേജിൽ വേണ്ടി പഠിക്കും. അതിലെങ്ങനെ കേൾക്കുന്നോ അത് എഴുതിയെടുത്ത് പഠിക്കും. മലയാളത്തില് അങ്ങനെ പാടും. എന്തൊക്കെ തെറ്റാണോ പാടിയിരുന്നത് എഴുത്തിന് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈക്ക് പോകുന്നതും. അത് ജയചന്ദ്രൻ സാർ വഴി. ഗായകൻ ജയചന്ദ്രൻ. ഡൽഹി, ബോംബെ അങ്ങനെയൊക്കെ അങ്കിളുടെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അതിനുശേഷം കുറെ നാളുകൾ കഴിഞ്ഞ് ഇളയരാജ സാറിനെ മീറ്റ് ചെയ്തപ്പോ രാജ സാർ ഇങ്ങനെ, ചിത്ര ചേച്ചിക്ക് തിരക്കാണ്, ജാനകിയമ്മയും അധികം പാടുന്നില്ല, പുതിയ സിംഗേഴ്സ് വന്നു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അങ്കിളിന് എന്നെ ഓർമ്മ വന്നു. അങ്ങനെയാണ് എന്നെ ജയനങ്ങൾ വിളിക്കുന്നതും രാജസാറിന്റെ അടുത്ത് പോകുന്നതും ഒക്കെ. ആദ്യമായിട്ട് പാടിയ പാട്ട് മീര അല്ലേ? മീര.
ഒരു ജാനുവരി 24 റെക്കോർഡ് ചെയ്ത് ഈ പാട്ടിന് ശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ജാനുവരി 24 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ചിന്ന ചിന്ന ആസൈ അല്ലേ കിട്ടിയത് അല്ലേ? ആ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒരു ജാനുവരി 24 കറക്റ്റ്. തെരിഞ്ഞു വെച്ചിരിക്കെ എനിക്ക് തമിഴ് പറയാറുണ്ടോ? നമ്മള് ചില ആൾക്കാരുടെ പ്രത്യേകിച്ച് ഈ ആർട്സ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു പാട്ടിനോ അല്ലെങ്കിൽ ഒരു കോമ്പോസിഷനോ മൈൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ വർക്കിന് ശേഷവും ആ വർക്കിന് മുൻപും എന്ന് പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിൻമിനി എന്ന ഗായിക ചിന്ന ചിന്ന ആസൈക്ക് മുൻപും ചിന്ന ചിന്ന ആസൈക്ക് പിൻപും എന്ന് പറഞ്ഞ 2 കാറ്റഗറി ആയിട്ട് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ചിന്ന ചിന്ന ആസൈ പാടിയതിനു ശേഷം എനിക്ക് വർക്കുകൾ വളരെ കുറഞ്ഞു. വണ്ടർഫുൾ, നല്ല ഉത്തരം. പോരട്ടെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിന്ന ചിന്ന ആസൈ പാടിയതിനു ശേഷം കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് റിലീസ് ആയതിനു ശേഷം എനിക്ക് പൊതുവെ വർക്ക് കുറയാണ് ചെയ്തത്. അതെന്താ, പാരവെപ്പുണ്ടായിരുന്നോ? പാരയാണോ കമ്പിപ്പാരയാണോ ഞാൻ അന്വേഷിക്കാൻ പോയില്ല അല്ലേ? നമ്മൾ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. സാധാരണ കൂടുതൽ റെക്കോർഡിങ്സ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കത്തക്ക രീതിയിൽ ഉണ്ടായില്ല. പക്ഷെ പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ടായിരുന്നു, വിദേശ ഷോസ്. അതെ, അങ്ങനെ ഇന്നും തിരക്ക് തന്നെയായിരുന്നു. ചിന്ന ചിന്ന ആസൈക്ക് മുൻപ് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഏത് സിനിമയിൽ വന്നതിന് ശേഷം 91 തുടങ്ങി 92 ഈ പീരീഡ് പറഞ്ഞില്ലേ, ശാലിനി പറഞ്ഞില്ലേ, 91 ജാനുവരി 24 പാടി ലവ് എന്ന ലവ്. അതിനുശേഷം ഞാൻ ഒരു ദിവസം 10-12 പാട്ടുകൾ എന്നുള്ള രീതിയിലായിരുന്നു എന്റെ റെക്കോർഡിങ്സ്. ഒരു സ്റ്റുഡിയോ മറ്റൊരു സ്റ്റുഡിയോയിലോട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നീട് ചിന്ന ചിന്ന ആസയ്ക്ക് ശേഷം ഉണ്ടായത് റെക്കോർഡിങ്സ് ഇല്ല, പക്ഷെ പ്രോഗ്രാംസ് കൂടി ഒത്തിരി വിദേശ യാത്രകളും ഷോസും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ചിന്ന ചിന്ന ആസയ്ക്ക് ശേഷം. പിന്നെ ഗ്രാജുവലി അറിയാലോ നമ്മുടെ ശബ്ദം നഷ്ടപ്പെട്ടു. അത് ലണ്ടനിലെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വെച്ചിട്ടായിരുന്നു അല്ലെ? അതെ. പിന്നെ കുറെ നാള് അജ്ഞാതവാസത്തിലായിരുന്നു. അതെ, ഞാൻ നാളെ എന്ത് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളല്ല. ഇപ്പൊ ഈ നിമിഷം എങ്ങനെയാണ് അത് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ പഠിച്ചതും ഞാൻ ജീവിച്ചിരുന്നതും. അങ്ങനെ തന്നെ ലിവ് ദ മൊമെന്റ്. അതെ. പബ്ലിക് റിലേഷൻസ് വളരെ ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇൻഡസ്ട്രിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് 4 ആളെ അറിയിക്കണ പരിപാടി ഇപ്പൊ ഏതൊരു ഫീൽഡിലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റ് മിൻമിനി. അന്നപ്പോ PR വർക്ക് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഇത്രയും അവസരങ്ങൾ കിട്ടിയിരുന്നത്? അതോ പാട്ട് കേട്ട് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്? അതെ, ഓരോ സ്റ്റുഡിയോസിലും ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. അന്നൊക്കെ ലൈവ് റെക്കോർഡിംഗ് ആണ്, സ്ട്രെയിറ്റ് റെക്കോർഡിംഗ് ആണ്. കൂടുതലും ഞാൻ പാടിയിട്ടുള്ളത് വിത്ത് ഓർക്കസ്ട്രയാണ്. അപ്പൊ ഈ 100 വയലിൻ ചിലപ്പോ 50 വയലിൻ കൂടെ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സും. അപ്പൊ അതിന്റെ കൂടെ പാടി അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. പാടിയിട്ട് തെറ്റിയിട്ടൊക്കെ ഉണ്ടോ? പാടിയിട്ട് തെറ്റല് വളരെ കുറവാ, കാരണം അത്ര സൂക്ഷിച്ചേ ഞാൻ പാടാറുള്ളൂ. അപ്പൊ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്യും വീട്ടിലൊക്കെ ഇരുന്നിട്ട്? ഞാൻ പറഞ്ഞില്ലേ 84 തുടങ്ങി എന്റെ ജോലി ഇത് തന്നെയാണ്, സ്റ്റുഡിയോയിലാണ്. മദ്രാസിലായിരുന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിടെയൊക്കെ ഞാൻ വിത്ത് ഓർക്കസ്ട്രയുടെ കൂടെയാണ് ഞാൻ പാടി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റെക്കോർഡിങ്സും അങ്ങനെ തന്നെയാ. വളരെ റെയറാണ് ഞാൻ വോയിസ് മിക്സ് ചെയ്തിട്ടുള്ളൂ. അതും എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ അവര് ട്രാക്ക് എടുത്ത് വെക്കും. പിന്നെ വേറൊരാള് പാടിയ ട്രാക്കിന്റെ മീതെ പാടാൻ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ആളാണ്. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഒരുപാട് ട്രാക്ക് പാടിയിട്ടുണ്ട്, പക്ഷെ വേറൊരു നല്ലൊരു സിംഗർ പാടിയിട്ട് അതിന്റെ മേലെ ഞാൻ പാടുക എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഇഷ്ടമല്ല സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഞാൻ റെക്കോർഡിങ്ങിന് ചെല്ലാമെന്ന് ഏൽക്കുന്നതും പാടുന്നതും. അപ്പൊ അന്നത്തെ ഈ കഷ്ടപ്പാടൊക്കെ നോക്കുമ്പോ ഇന്ന് എന്തൊരു എളുപ്പത്തിൽ എല്ലാവരും പാടണല്ലേ? തീർച്ചയായിട്ടും. കാരണം അന്ന് ഒരു പാട്ട് എഴുതി പാട്ട് പഠിപ്പിച്ചു. മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് പാട്ട് പഠിപ്പിക്കുന്നത്, അസിസ്റ്റൻസ് അല്ല. അർജുന മാഷിന്റെ പാട്ടാണെങ്കിൽ അർജുന മാഷ് തന്നെയാണ് പാടി പഠിപ്പിക്കുക. എല്ലാവരും എന്നെ നേരിട്ട് ജെറിമാഷൊക്കെ എന്ത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാന്നറിയോ. എനിക്ക് പണ്ട് പാടുമ്പോ ഭയങ്കര വിബ്രാറ്റോ, അറിയാമോ വിബ്രാറ്റോ? അല്ലേ? അതല്ല, ഇപ്പൊ ഒരു പാട്ട് പാടി ഇപ്പം നീലരാവിലിന്നു നിന്റെ താരഹാരമിളക്കി കീന്ന് ഞാൻ നീട്ടിപ്പിടിച്ചില്ലേ, അവിടെ ഈ ഇങ്ങനെ വരാതെ പാടുക വളരെ ബുദ്ധിമുട്ടാണ്. ആ ട്രമലോ ആ ഇങ്ങനെ വേരിയേഷൻ വരുന്നതിനെയാണ് വിബ്രാറ്റോ എന്ന് പറയുന്നത്. അതല്ലേ ഞാൻ അത് എല്ലായിടത്തും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആ ഒരു സാധനം എനിക്ക് ഇത്തിരി കൂടുതലായിരുന്നു, കാരണം കൂടുതലായിരുന്നു. അപ്പൊ CAC റെക്കോർഡിങ്സിനൊക്കെ ജെറി അമൽദേവ് സാർ വരുമ്പോ സാർ എന്നെ അത് വളരെയധികം കറക്റ്റ് ചെയ്ത് എന്നെ ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗിങ് സ്റ്റൈൽ പഠിപ്പിച്ചത് ജെറി അമൽദേവ് സാറാണ്. അങ്ങനെ ഒരുപാട് ഗുരുമുഖത്ത് നിന്ന് എനിക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള ക്ലാസ്സസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറവാണ്. എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ് അതൊക്കെ. ചോദിക്കട്ടെ, 4 പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ തുടങ്ങിയത്? മിൻമിനി, മിനി, കസ്തൂരി, റോസ്ലിൻ. എന്റെ ദൈവം അല്ലേ, കസ്തൂരി എന്നുള്ള പേരൊന്നും എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിക്കാൻ ശ്രമിച്ചു, ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല അല്ലേ?
ആ സ്റ്റോറി കേക്കട്ടെ, എന്തായിരുന്നത്? അത് മാമോദിസ പേര് റോസ്ലി. റോസ്ലി എന്നുള്ള പേര് തന്നെയാണ് സ്കൂളിലും ചേർത്തത്. കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴും റോസ്ലി PJ. പക്ഷെ വീട്ടിൽ എന്നെ മിനി എന്നാ വിളിച്ചോണ്ടിരുന്നത്. ഏറ്റവും ഉള്ള ആളാണ് മിനിമോൾ എന്നാണ് എന്നെ വിളിക്കുക. അപ്പം പ്രോഗ്രാംസിനൊക്കെ പോയി തുടങ്ങിയപ്പോ റോസ്ലി എന്നുള്ള പേര് അനൗൺസ് ചെയ്യാതെ മിനി എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അത് തന്നെ കാസറ്റ്സിലും പാട്ടിന്റെ നേരെ മിനി ജോസഫ് അങ്ങനെ എഴുതി. അങ്ങനെയാണ് ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈയിൽ ചെന്നപ്പോ രാജാ സാറ് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ മിനി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു മിനിയാ, അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. തമിഴില് കേട്ടില്ല അല്ലെ? തമിഴില് ഇല്ല അങ്ങനെ ഒരു പേര്. അന്ന് ആ പേരിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ റെക്കോർഡിങ്ങിന് ചെന്നപ്പോ സാറ് പറഞ്ഞു, ഇനിമേ ആരാവത് കേട്ടാ ഉൻ പേര് മിൻമിനിന്ന് ചൊല്ലണം, ഉൻ പേര് ഞാൻ മാത്തിട്ടെ എന്ന് പറഞ്ഞു. ഷോക്കായോ? ഷോക്ക് മിൻമിനിന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മുതല് എല്ലാ കാസറ്റ്സിലും മിൻമിനി എന്ന് എഴുതി വന്നോടെ. ഇതിനിടയ്ക്ക് കസ്തൂരിയുടെ കസ്തൂരി വന്നത് മിൻമിനി എന്ന് അറിയപ്പെട്ടു. കുറെ പാട്ടുകളൊക്കെ ഞാൻ പാടി. അങ്ങനെ ഇരിക്കുമ്പോൾ SA രാജ്കുമാർ സാറിന്റെ ഒരു റെക്കോർഡിങ്ങിന് ചെന്നപ്പോ സാറ് മിൻമിനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പല പേരുകൾ എഴുതി നോക്കുക. എന്റെ പേര് മാറ്റാൻ കുറെ പേരുകൾ എഴുതി. അവസാനം കസ്തൂരി നല്ല ഇருக்கு, ഇന്ത് പേര് പോതും പാപ്പാക്ക്. അപ്പൊ അപ്പച്ചനെ വിളിച്ചിട്ട് അപ്പ മിൻമിനി എന്നുള്ള പേര് അവളോ ഒരു സുഖമില്ല, നമുക്ക് പാപ്പ പേര് കസ്തൂരി എന്ന് മാറ്റല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മലയാളത്തിൽ പറയണം അപ്പച്ചൻ, എല്ലാ ദിവസവും ഇങ്ങനെ കൊച്ചിന്റെ പേര് മാറ്റിയാൽ നല്ലതല്ല സാർ. പക്ഷെ അവര് എന്ത് ചെയ്തു, ആ ഒരു ഫിലിമിൽ പാടിയതിന് അതിന്റെ നേരെ പേര് വന്ന് കസ്തൂരി എന്നാണെന്ന് തോന്നുന്നു. അത് അനുസരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നെ ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പാട്ടുകളുടെ നേരെ മിൻമിനി എന്ന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഏത് പേരാ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ മിൻമിനി ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ ലോകം മുഴുവനും അറിയപ്പെടുന്നത് മിൻമിനി എന്നുള്ള പേരാണ്. അതിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഏറ്റവും അടുത്തവരും എല്ലാവരും എന്നെ മിനി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇന്റിമേറ്റ് ആ പേരാണ്. ആ പേരിനും ഉണ്ട് ഒരു കുട്ടിത്തം. ഏത് പേരാ കൂടുതൽ ഭാഗ്യം കൊണ്ടുവന്നിട്ടുള്ളത്? മിൻമിനി. റോസ്ലിയും ഭാഗ്യങ്ങൾ ഒരുപാട് തന്ന പേരാണ്. കാരണം ഞാൻ ആലോചിക്കടുത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്ന ആളാണ്. അവിടെ എന്ത് പരിപാടി നടന്നാലും എന്റെ ഒരു പാട്ടില്ലാത്ത ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവില്ല. അത്രയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ അവർക്കെല്ലാം മിനിക്കുട്ടിയായിരുന്നു. നാട്ടുകാരും മിനിക്കുട്ടി എന്നാ വിളിക്കുക. ഇപ്പോഴും അങ്ങനെ എന്നെ വിളിക്കുക. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രായമായവരൊക്കെ മിനിക്കുട്ടി വന്നോ അങ്ങനെ സന്തോഷത്തിൽ പറയും. സ്വന്തം കുട്ടികൾക്കായിരിക്കുമല്ലേ കാണുമ്പോ കുട്ടിയാ ആര്. അപ്പൊ ആ പേരിനോട് എനിക്ക് സ്നേഹം കൂടുതലുണ്ട്. പക്ഷെ സ്കൂളില് റോസ്ലി എന്നായിരുന്നു. ആ പേരുകൊണ്ട് എവിടെയൊക്കെ ഞാൻ കോമ്പറ്റീഷൻസിന് പോയിട്ടുണ്ടോ എല്ലാ സ്ഥലത്തും എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയി. ഈ പേര് വെച്ചിട്ടാണ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിരുന്നത് അല്ലേ? 86 ഒന്നാം സ്ഥാനമൊക്കെ കിട്ടിയിരുന്നത്. 84-85 സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. സ്പോട്ട്ലൈറ്റിൽ ഇന്നത്തെ ഗസ്റ്റ് മിൻമിനിക്ക് കൊടുക്കുന്ന ഈ റൗണ്ടിന്റെ പേരാണ് പഞ്ച് ക പഞ്ച്. ഇതെന്താണാവോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഞാൻ 5 വാക്ക് പറയേ. ഈ ഓരോ ടേം കേൾക്കുമ്പോഴും എന്താ മനസ്സിൽ ആദ്യം വരണേ അത് പറഞ്ഞാൽ മതി. ചിന്നക്കുട്ടി ഞാൻ തന്നെയാ. ഇനി ആരങ്ങനെ വിളിച്ചിരുന്നത്? 2 പേരുടെ മുഖം ഓർമ്മ വന്നു. ഒന്ന് ജാനകിയമ്മ, പിന്നെ എന്നോട് നേരിട്ട് അങ്ങനെ ആ വാക്ക് പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത അമ്മ. എപ്പോഴാ പറഞ്ഞത്? ചിന്ന ആസൈ പാടിയതിനു ശേഷം അവരുടെ മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് റഹ്മാന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ സോങ് ചിന്ന ആസയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാട്ടാണ്. അപ്പം ആദ്യം അമ്മ സ്റ്റേജിൽ വന്നു. അപ്പൊ ഞാനാണ് ആദ്യത്തെ പാട്ട് പാടുന്നത് കൊണ്ട് ഞാൻ സ്റ്റേജിലുണ്ട്. ആ സമയത്താണ് അമ്മ സ്റ്റേജിൽ വരുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ചിന്നക്കുട്ടി ரொம்ப நல்லா இருக்கு വോയിസ്, എനിക്ക് ரொம்ப പിടിച്ചിരിക്ക് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഒരു വലിയ അവാർഡ് കിട്ടിയ പോലെ. നമ്പർ 2 ഭാഗ്യതാരം എന്ന് പറയുമ്പോ അത് ഞാൻ തന്നെയാ. ആണോ? സ്വന്തം പറഞ്ഞത്? കാരണം എനിക്ക് കിട്ടിയതെല്ലാം ഭാഗ്യങ്ങൾ തന്നെയാ. അതും പാട്ട് പഠിക്കാതെ തീർച്ചയായിട്ടും തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ച ആളാണ്. നമ്പർ 3 അഭിമാനം. ഈ ചിന്ന ആസൈ പാട്ട് എനിക്ക് പാടാൻ കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യല്ലേ. അത് പാടാൻ കിട്ടിയതിനെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്. വേറെ ആർക്കും കിട്ടാണ്ട് എനിക്ക് തന്നെ വന്നല്ലോ അല്ലേ. ഫെയിം ഒരു പാട്ടിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അത് എ ആർ റഹ്മാൻ നേരിട്ട് വിളിക്കാണോ ചെയ്തേ പാട്ട് പാടാനായിട്ട്? അതെ, റഹ്മാൻ സാറിനെ ഞാൻ പല സ്റ്റുഡിയോസിലും വെച്ച് കാണാറുണ്ട് റെക്കോർഡിങ്സിന് ചെല്ലുമ്പോ. അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കുമ്പോ എന്റെ അടുത്ത് വന്ന് പറയും, മിനി നല്ല ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് പോകും. നമ്പർ 4 രാത്രി. മക്കളൊരു കുറച്ചൊക്കെ വലുതായതിനു ശേഷം ഞങ്ങള് മൂന്നാറില് മറയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചന്ദനം കിട്ടുന്ന സ്ഥലമല്ലേ. അവിടെ ഞങ്ങൾക്ക് ഒരു പരിചയമുള്ള ഫാദർ ഉണ്ട്. ഞങ്ങള് ക്രിസ്തുമസിന് ആ പള്ളിയിലാണ് പോവാറ്. ഒരു ദിവസം ഞങ്ങള് ഇറങ്ങിയപ്പോ 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാണ്. മൂന്നാറെത്തി, ഇരുട്ടായി. അപ്പൊ അവിടുത്തെ പോലീസ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഇന്നിപ്പോ മറയൂർക്ക് പോകണ്ട, ആനകൾ ഇറങ്ങണ സമയമാണ്, ഇന്ന് പോകണ്ട മാഡം. പരിചയമുള്ളവരൊക്കെ ഉണ്ട് അവിടെ. അച്ഛൻ അന്ന് രാത്രി ഞങ്ങൾ പാടണം അവിടെ. ഞങ്ങൾ എത്തിയേ തീരും. മക്കളും ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 4 പേര്. പിള്ളേര് പേടിച്ചാണ് കാറിലിരിക്കുന്നത്. ഇപ്പൊ വരും ആന.
അത് ഭയങ്കര ഒരു യാത്രയായിരുന്നു. ഇപ്പോഴും രാത്രി എന്ന് പറയുമ്പോ അത് ഓർമ്മ വരും. അടുത്ത എന്റെ വാക്കും തന്നെയായിരുന്നു ഓർമ്മ എന്ന് പറയുമ്പോ. ഓർമ്മകള് പണ്ടത്തെ ക്രിസ്തുമസ്, ഞങ്ങളുടെ വീട് ഒരു ഗ്രാമത്തിലാണ്, ഞങ്ങളുടെ പള്ളി ഒത്തിരി ദൂരെയാണ്. അപ്പൊ ക്രിസ്തുമസിന്റെ രാത്രി പാതിര കുർബാനയല്ലേ, 12 മണിക്കല്ലേ. അപ്പൊ അടുത്തുള്ള ആൾക്കാരെല്ലാരും കൂടി ഒന്നിച്ച് പള്ളിയിലേക്ക് പോകും. വലിയ ഈറ്റ വളച്ച് വലിയ സ്റ്റാർ ഉണ്ടാക്കി ഏറ്റവും ഹൈറ്റ് ഉള്ള മരത്തില് കെട്ടി വെക്കും അപ്പച്ചൻ. അപ്പൊ അത് എവിടെ നിന്നാലും കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ രാത്രി ഇങ്ങനെ പോകുമ്പോ നമ്മുടെ സ്റ്റാർ കാണുന്നുണ്ടോ കൊച്ചല്ലേ, അങ്ങനെയൊക്കെ നോക്കി നോക്കി പോണതൊക്കെ എന്താ ഭയങ്കര സുഖമുള്ള ഓർമ്മകളാ അതൊക്കെ. ഗായിക മിൻമിനി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാരും ആദ്യം ഓർക്കുന്ന പാട്ട് റോജയില് ചിന്ന ചിന്നാസയാണ്. അതിന് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, 25 വർഷം കഴിഞ്ഞു ആ പാട്ട് റിലീസായിട്ട്. 25 വർഷം എന്ന് പറയുമ്പോ എത്ര പെട്ടെന്ന് പോയല്ലേ. ആദ്യം തന്നെ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യാ, ദൈവമേ അപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവുന്നായിരിക്കും അല്ലേ പറയണ്ടായിരുന്നു. ആളെ കാണുമ്പോ തിരിച്ചറിയുമ്പോ ഇപ്പോഴും പാടിക്കുന്ന ആ പാട്ട് തന്നെയാണ്. ഒരു പാട്ട് പാടുമെന്ന് പറയുമ്പോ അത് തന്നെയാ പാടിക്കാറ്. വേറൊരു പാട്ടും പാടിക്കൂല? ഒരു പാട്ടും പാടാൻ പറയാറില്ല. മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴല്ലേ പാടിയിട്ടില്ലേ? അതെ, തമിഴ്, തെലുങ്ക്, കന്നഡ, അതിനുശേഷമേ ഉള്ളൂ മലയാളം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മ്യൂസീഷ്യൻസ് ഒക്കെ മ്യൂസിക് ഡയറക്ഷനിലേക്കും കൂടി തിരിയുന്നത്. മ്യൂസീഷ്യൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഗായകര്. അതിപ്പോ ന്യൂ ജനറേഷനിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ എല്ലാരും ചെറുതായിട്ടൊക്കെ കൈവച്ച് തുടങ്ങിയിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷനിലേക്ക്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? ഒരിക്കലും ഇല്ല. എന്തേ ഇങ്ങനെയൊക്കെ പറയാമോ? ഒന്ന് ആലോചിക്കെങ്കിലും വേണ്ടേ ചോദിക്കുമ്പോ? കാരണം എന്റെ പരിമിതികൾ എനിക്കറിയാലോ. നല്ല പാട്ടുകൾ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് പാടുക എന്നുള്ളതാണ് എനിക്കിഷ്ടമുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലാസിക്കൽ അങ്ങനെ പഠിച്ചിട്ടില്ല. രാഗം ബേസ് ചെയ്തൊരു പാട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാലൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ ട്യൂൺ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചില മ്യൂസിക് ഡയറക്ടേഴ്സ്, അതായത് അവരുടെ പാട്ടുകൾ കാസറ്റ് ആക്കണം എന്ന് ആഗ്രഹിച്ച് പാട്ടറിയാത്ത കുറെ ആൾക്കാർ മുമ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് വരും, അവര് വന്നിട്ട് ലിറിക്സ് തരും. അപ്പൊ അവര് ഒരു ട്യൂൺ പാടും. പക്ഷെ ചിലപ്പോ അവിടെ ഇവിടെ ഒന്നും എത്താത്ത ട്യൂണുകളായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ പാടി പാടി അതൊരു ട്യൂണാക്കും. മ്യൂസിക് ഡയറക്ടർ ആയി പോണതല്ലേ? അതെ, അങ്ങനെ അബദ്ധവശാലൊക്കെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അതൊരു പാട്ടാക്കി രൂപപ്പെടുത്തി പാടിയെടുത്തിട്ടുണ്ട്. ഒരു ദേശാടന പക്ഷിയെ പോലെയാണ് മിൻമിനി എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? കാരണം വല്ലപ്പോഴാണല്ലോ മലയാള സിനിമയിൽ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ വർഷം മിലിയിൽ വന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് 1-2 പടത്തിൽ വന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. എന്തിങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത്? അത് മിന്നാമിനിങ്ങിന്റെ സ്വഭാവമാണ്. പണ്ട് നമ്മുടെ വോയിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കും. ഇന്ന് വർക്ക് ഉണ്ട്, ഇത്ര മണിക്ക് ഇന്ന സ്റ്റുഡിയോയിൽ വരണം എന്ന് പറയും. ഞാൻ പോകും, പാടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ സ്വയം മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് എന്നുള്ളത്. എനിക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അതാണ് സത്യം. കാരണം ഒന്ന്, ഏറ്റവും കൂടുതലായിട്ട് ഞാൻ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം, എനിക്ക് ശബ്ദം പോയിട്ട് തിരിച്ചു വന്ന ശബ്ദമാണ്. അപ്പം ഞാൻ ഒരാളോട് ചാൻസ് ചോദിക്കാന്ന് വെച്ചോ. അപ്പൊ ശാലിനി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ശാലിനി എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ശാലിനി ചിലപ്പോ എന്നെ കുറിച്ച് സംശയങ്ങൾ ഒത്തിരി ഉള്ള ആളായിരിക്കാം. ഇനി പാട്ടൊക്കെ കൊടുത്താൽ ഇനി പാടുവോ, ശരിയാകോ എന്നുള്ളൊരു സംശയത്തിലിരിക്കുന്ന ആളായിരിക്കും ശാലിനി. ശബ്ദം പോയിട്ട് വന്നതല്ലേ, ഇനി പണ്ടത്തെ പോലെ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പാടാൻ അവസരം തരുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആരോടും ചോദിക്കാൻ മടിക്കുന്നത്. കാരണം പണ്ടും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എനിക്കൊരു പാട്ട് തരുമോ. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പാടിച്ചാൽ മതി. അപ്പൊ 2017 തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വർഷം ഒരുപാട് പാട്ടുകൾ അങ്ങനെ വന്ന് ഭവിക്കട്ടെ, നന്നായിട്ട് പാടാനും പറ്റട്ടെ. ദൈവത്തിന് സ്തുതി. താങ്ക് യു സോ മച്ച്. ഞാനാണ് നന്ദി പറയേണ്ടത്. ശരിക്കും ഇത്രയും നല്ലൊരു അവസരം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പറയാനും അറിയാനും ഒക്കെ